ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സിനിമയിൽ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിനിമയിലൊക്കെ കാർ ഓടിക്കുന്ന സീനുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലത്തെ സീനുകളിൽ ചില സീനുകൾ നിങ്ങളെ പറ്റിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാർ ഓടുന്നുണ്ടാവില്ല, അത് VFX ചെയ്ത് കാർ ഓടണ രീതിയിലാക്കിയിട്ട് പറ്റിക്കുന്നതാണ് ഗൈസ്. ഒരു ചെറിയ VFX ടെക്നിക്കാണ്. അപ്പോൾ അത് നിങ്ങളെ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയാണ് ബ്രോമാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ മഹിമ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് ആക്ട്രസ് കാർ ഓടിക്കുന്നൊരു സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത് ചില സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ VFX ചെയ്തിട്ട് കാർ ഓടാത്ത കാരണം ഓടണതായിട്ട് കാണിച്ചിട്ടാണ് അതിനകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ സീനിൽ ഇവിടെ ഗ്ലാസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കാറിൻ്റെ ഗ്ലാസ് അല്ല, എഡിറ്റിംഗ് ടൈമിൽ ഇതുപോലത്തെ വിൻഡോ മാത്രം കട്ട് ചെയ്ത് മാറ്റി VFX ചെയ്തിരിക്കുന്നതാണ് ആ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിരുന്നത്. ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പൊക്കെ ചെറുതായിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രോമാൻസ് സിനിമയിലെ സീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലിപ്പ് ചെറുതായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. എഡിറ്റിംഗ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇതുപോലെ കുറേ സിനിമകളിലും VFX വെച്ച് ഈ എഡിറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ നമ്മുടെ ആർട്ടിസ്റ്റിന് ഇപ്പോൾ ചിലപ്പോൾ ഡ്രൈവിങ് അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ സീനുകൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണാനും നമ്മൾക്ക് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള ഈ ചില സാധ്യതകൾ കുറവുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിതുപോലെ VFX ചെയ്തിട്ട് കാർ ഓടണ രീതിയിൽ കാണിക്കുന്നത്. കാരണം ഇപ്പോൾ ക്യാമറ നമ്മുടെ ക്ലോസപ്പ് വെച്ച് ഷൂട്ട് ചെയ്യേണ്ട സീനുകളിലൊക്കെ കാർ ഓടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഷെയ്ക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ഇങ്ങനെ VFX ചെയ്ത് ഓടണ പോലെ സീനുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ വണ്ടികൾ വെച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ പൊക്കിയിട്ട് വേണമെങ്കിൽ വലിച്ചുകൊണ്ട് പോയി ക്യാമറകൾ സിനിമകൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതും കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ അതിന് പകരം ഓൾട്ടർനേറ്റീവ് ടെക്നിക്കായിട്ടാണ് ഇതുപോലത്തെ VFX പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നതാണ്, ഇപ്പോഴല്ല. പണ്ട് കാലഘട്ടം മുതലേ കുറേ VFX സിനിമകളിൽ ഇത് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോഴും ഇംഗ്ലീഷ് മൂവീസിൽ ചിലതിൽ ഇതുപോലത്തെ VFX ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളർ, ഇതുപോലത്തെ സോളിഡ് ആയിട്ടുള്ള ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ, ഇത് രണ്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കുറവ് നിറമുള്ളത് ഈ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീനാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബ്ലൂ ഷർട്ട് ഇരിക്കേണ്ട, എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ബ്ലൂ സ്ക്രീൻ കൊണ്ട് ക്ലോത്ത് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു നീല കളർ പ്ലെയിൻ ആയിട്ടുള്ള ഷർട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ബ്ലൂ സ്ക്രീനായിട്ട്. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് ഇനി ഇതുപോലത്തെ ഈ ഗ്ലാസിൻ്റെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിവിടെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇവിടേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യണമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിലായിട്ട് ഈ വിൻഡോമേ ഈ തുണി ഇങ്ങനെ ഇട്ടുണ്ടാവും, കണ്ട. എന്നിട്ട് നമ്മുടെ എഡിറ്റിംഗ് ടൈമിൽ നമ്മൾ ഈ ബ്ലൂ സ്ക്രീൻ എടുത്ത് മാച്ചളയും. അപ്പം എന്നിട്ട് ബാക്കിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ കാർ ഓടുന്ന രീതിയിലുള്ള വല്ല വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണേ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഈ കാറിന് ഇവിടേക്ക് നമ്മുടെ തുണി ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇവിടേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിവിടെ കവർ ചെയ്തെടുക്കാം. കേസ് നമ്മളിപ്പോൾ പുറത്ത് നോക്കി ഏകദേശം ഇതുപോലെ ഒരു സാധനം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ട. ഈ ഏകദേശം പകുതി ഭാഗം നമുക്കിത് ഇറക്കാൻ പറ്റിയിട്ടില്ല, ഇവിടെ മാത്രം. ബാക്കി ഏകദേശം വിൻഡോയുടെ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ട. ഇവിടെയൊക്കെ എഴുതിച്ച് ഓക്കെ. ഏകദേശം ഇവിടെയൊക്കെ ഈ സെക്ഷൻ കപ്പൊക്കെ വെച്ച് ഇവിടെ ഏകദേശം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ സൈഡ് കുറച്ചും കൂടി ശരിയാക്കാനുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡ് പിന്നെയും കുഴപ്പമില്ല, നമ്മളിവിടെ ഇരുന്ന് കഴിയുമ്പോൾ അധികം കാണാതിരിക്കില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഇതിവിടെ കുറച്ച് ശരിയാക്കാനുണ്ട്, കണ്ട. ഇവിടെയും കൂടി ശരിയാക്കി കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ഭാഗം സെറ്റായിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് തുറന്നിട്ട് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ഒന്ന് കുറച്ചും കൂടി ശരിയാവാൻ സാധ്യതയുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു ക്യാമറ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോൺ വെച്ചിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളിവിടെ ഇരിക്കുന്നതായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ആംഗിളിൽ ഏകദേശം
ഈ ഒരു ആംഗിളിൽ വെച്ചിട്ട് നമ്മളിവിടെ ഇരിക്കുന്നതായിട്ട് ഷൂട്ട് ചെയ്യും. കാരണം ബാക്കിൽ ഈ വെളിച്ചമുള്ളതും ഈ ജനാലയും കാണാൻ പറ്റില്ല, ഇപ്പുറത്ത് ഈ ഭാഗം കാണാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ വൈഡ് വയ്ക്കരുത്. ഇവിടേക്ക് നമ്മുടെ തുണി ഇത്ര നീട്ടമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇത്രയും വൈഡ് വയ്ക്കാം. പക്ഷേ എനിക്ക് ഇത്രയും നീട്ടമില്ല, അതുകൊണ്ട് ഞാൻ ഏകദേശം ഈ ഒരു ആംഗിളിലാണ് വെക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കണ പോലെ എന്തെങ്കിലും കാണിക്കണ ഒരു ആക്ഷൻ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ വണ്ടിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണതിൻ്റെ ഇതുപോലൊരു ഈ ഒരു ആംഗിളിൽ വെച്ച് ഫോൺ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യണ രീതിയിൽ കാറിലോ അല്ലെങ്കിൽ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക. ഒരു വീഡിയോ ഏകദേശം ഇങ്ങനെ വെച്ചിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോ കൂടി നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്കിനി എഡിറ്റ് ചെയ്യാം. എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തന്നെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാപ് കട്ടിലാണ്. അപ്പോൾ ക്യാപ് കട്ടിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു ന്യൂ വിൻഡോ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ മറ്റേ ആ വീഡിയോ എടുത്ത് ആഡ് ചെയ്യുക. അതിന് മുകളിലായിട്ട് നമ്മളെടുത്ത ബ്ലൂ സ്ക്രീനിൻ്റെ ആ വീഡിയോ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള പോർഷൻ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്ത് എന്തോരം നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിവിടെ മുകളിലായിട്ട് നമുക്ക് വീഡിയോ എന്നുണ്ടല്ലോ, അതിനകത്ത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ബേസിക്കിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് പ്രസ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ ക്രോമാക്കി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ ടിക്ക് മാർക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ അടിയിലൊരു പെന്നിൻ്റെ ടൂൾ കാണാൻ പറ്റും. ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ബ്ലൂ സ്ക്രീനിൻ്റെ ആ ഭാഗത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു നീല കളർ സെലക്ട് ആയതിന് കാണാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞ ഈ സാധനം ഇങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബ്ലൂ കളർ നീങ്ങണത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഫുള്ള് നീക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വീഡിയോയിൽ ബ്ലൂ കളറിലുള്ള എല്ലാ സ്ഥലവും നീങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ ഇൻറ്റൻസിറ്റി കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രീമിയർ പ്രോയിലിട്ടാണ്. പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള 2 ക്ലിപ്പ് സെലക്ട് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഈ ക്ലിപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ പ്രൊജക്റ്റിൽ കൊണ്ടിടാം. അപ്പോൾ അതെടുത്തിട്ട് ഇവിടെ കൊണ്ടിടാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബ്ലൂ സ്ക്രീനിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അതെടുത്ത് അതിൻ്റെ മുകളിലേക്ക് കൊണ്ടിടാം. അപ്പോൾ അതിന് ശേഷം അതിനകത്ത് നമുക്ക് വീഡിയോയിൽ ആവശ്യമുള്ള എന്തോരം വേണമെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം എനിക്ക് ഇത്രയും ഭാഗം മതി. അതിനുശേഷം അതിനകത്ത് എഫക്ട്സിൽ വന്നിട്ട് അൾട്രാക്കി എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അൾട്രാക്കിൽ സെർച്ച് ചെയ്തതിന് ശേഷം അതെടുത്ത് നമ്മുടെ ബ്ലൂ സ്ക്രീനിൻ്റെ വീഡിയോയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എഫക്റ്റ് കൺട്രോളിൽ വന്നിട്ട് അതിനകത്ത് അടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എഫക്റ്റ് വന്നിട്ട് കാണാൻ പറ്റും. ആ അൾട്രാക്കിയുടെ എഫക്റ്റിൽ ഇതിനകത്ത് ഈ ഒരു പെൻ ടൂൾ കണ്ട, ഈ പെൻ ടൂൾ സെലക്ട് ചെയ്ത് നമ്മുടെ ബ്ലൂ സ്ക്രീനിൽ കൊണ്ട് തൊട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കളർ അവിടെ സെലക്ട് ചെയ്ത് കാണാൻ പറ്റും. ക്യാപ് കട്ടിൽ ചെയ്ത പോലെ സെയിം അതുപോലെ തന്നെ. അതിനുശേഷം ഇവിടെ മാറ്റിൻ്റെ ഈ സാധനത്ത് ഈ സൈഡിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓരോന്നിങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ളത് ഓപ്പൺ ആയി തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഈ ട്രാൻസ്പെറൻസിയും ഹൈലൈറ്റും ഈ സംഭവങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോയിലെ ബ്ലൂ സ്ക്രീനിലുള്ള സംഭവം നിങ്ങൾക്ക് നീങ്ങി പോകണം കാണാൻ പറ്റും. നമ്മുടെ ബ്ലൂ സ്ക്രീൻ മാറിയിട്ട് നമ്മുടെ അടിയിലുള്ള ഈ ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ ടോളറൻസും സംഭവങ്ങളും ഷാഡോ സംഭവങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോന്ന് നിങ്ങളുടെ വീഡിയോയുടെ അനുസരിച്ച് ഈ സംഭവം വ്യത്യാസം കൂട്ടിയും കുറച്ച് ഓരോന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ആ ബ്ലൂ കളർ നിങ്ങൾക്ക് മാറണ കാണാൻ പറ്റും. കണ്ട ഗൈസ്, ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ വിൻഡോ ഫുള്ള് ഇങ്ങനെ കട്ടാക്കി വന്നിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇതിന് ശേഷം ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര ഉള്ള സംഭവം പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ട ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇതുപോലത്തെ തന്നെ ബാക്കിലും കുറച്ചും കൂടി തുണിക്ക് നീട്ടം ഉണ്ടായിരുന്നു. ബാക്കിൽ എവിടെയും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫുൾ കാറിൻ്റെ ചുറ്റിന് ഇതുപോലെ തുണി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ വൈഡ് ആംഗിൾ ഷോട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ തുണിയില്ലാതാനും ബ്ലൂ സ്ക്രീൻ തുണിയില്ലാതാനും ഫ്രണ്ടിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കറക്റ്റ്. ഇപ്പം ഈ സൈഡ് മാത്രം എൻ്റെ ഒരു ഷർട്ട് വെച്ചാണ് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത്. ഈ പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഫോണിലും ഇതുപോലെ തന്നെ ക്യാപ് കട്ട് ഇൻഷോട്ട് ഏത് എഡിറ്റിംഗ് ആപ്പിൽ വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലത്തെ വീഡിയോസ് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതെങ്ങനെ ഫോണിൽ എഡിറ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണതിനനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യും. നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെ ഫോണിൽ എഡിറ്റ് ചെയ്യാന്നുള്ളത്, ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ സിനിമയിൽ കാർ ഓടിക്കുന്ന ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കണ്ട ഗൈസ് വെറുതെ ഒരു തുണിയാണ്. അപ്പോൾ ഇതിവിടെ ഒട്ടിച്ച് വെച്ച് നമുക്കിനി പറിച്ചെടുക്കണം. കണ്ട ഈ തുണി വെച്ച് ഇപ്പോൾ ഒരു വലിയ തുണിയാണെങ്കിൽ നമുക്കിതിനെ ചുറ്റിനും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർ ഓടിക്കുന്ന വൈഡ് ഷോട്ടൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ഉള്ളൂ ചെറിയൊരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഇതന്നെ ഉപയോഗിച്ച് നമുക്ക് ബൈക്ക് ഓടിക്കണത്, കാർ ഓടിക്കുന്നതാണല്ലോ, സ്കൂട്ടർ ഓടിക്കണതും ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തുണി നമ്മൾ വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബാക്ക് ചെയ്യുന്ന വൈഡ് ഷോട്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ഫുള്ളും തുണി ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വൈഡ് ഷോട്ടുകളും കുറേ ഷോട്ടുകളും നമുക്ക് എടുക്കാവുന്നതാണ് സിമ്പിളായിട്ട്. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുമ്പോൾ കാർ ഓടിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയി റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തുണി വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഇനി സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. ബൈ.